ദേവാഞ്ചി. അധികം ആൾക്കാർ തിരഞ്ഞെടുക്കാത്തതും എന്നാൽ ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു സ്ഥലമാണ് രാജസ്ഥാൻ. മെയിനായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ഉദയ്പൂർ, ജയ്സൽമീർ, ജോധ്പൂർ, ജയ്പൂർ. അപ്പോൾ ഇവിടേക്കൊക്കെ പോകണമെങ്കിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 3-4 hours നമ്മൾ ട്രാവൽ ചെയ്താലേ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലമാണ് നക്കോഡ. ഞാൻ, മാമൻ, മാമി, എൻ്റെ ബ്രദർ, പിന്നെ മാമൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ 2 മക്കളോടുണ്ടായിരുന്നു. അവർ നമ്മുടെ വീട്ടിലായിരുന്നു. ദെൻ നേരെ അവരുടെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഇപ്പം നമ്മൾ നേരെ പോകാൻ പോവാണ്. റൂംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, റൂംസ് അവൈലബിൾ എന്നൊക്കെ. ഇവിടെ റൂംസ് ഒക്കെ ഉണ്ടോ? ഇവിടെ പരവാനി വിരിച്ചിട്ട് അവിടെ കയറണമെങ്കിൽ ഷാൾ അവിടെ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട്. ഷോളൊക്കെ വേണോ? പെണ്ണുങ്ങൾ ഷാൾ ഇട്ടോണ്ട് കയറാൻ. ഓ, പെണ്ണുങ്ങൾ ഷോൾ ഇട്ടോണ്ട് കയറാൻ പറ്റും. ഷോൾ അവിടെ കിടപ്പുണ്ട്. ഷാൾ ഇട്ടോണ്ട് കയറാൻ പറ്റും. തലയിൽ കൂടി ഇടണം അല്ലേ? അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നക്കോഡയിലെ ഒരു ജൈന ക്ഷേത്രത്തിലോട്ടാണ്. ഈ ജൈന സമൂഹത്തിൻ്റെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് നക്കോഡയിലെ ഈ ജൈന ക്ഷേത്രം. 3-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഈ നക്കോഡ ക്ഷേത്രത്തിന് എന്തൊക്കെയോ അത്ഭുത ശക്തികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയില്ലെങ്കിലും നമുക്ക് പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. എനിക്കും മാമിക്കും ക്ഷേത്രത്തിനുള്ളിൽ കയറിക്കൂടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കയറിയില്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം ആൾക്കാർ സന്ദർശിക്കുന്ന ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. 3-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത്. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ വരെയും നിരവധി തവണകളായിട്ട് പുതുക്കി പണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളന്ന് ചെല്ലുന്ന സമയത്ത് പോലും അവിടെ എന്തൊക്കെയോ വർക്കും കാര്യങ്ങളും നടക്കുകയാണ്. പിന്നെ ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എല്ലാം കാണുന്നത് അവരുടെ ഹോസ്പിറ്റൽസും ട്രസ്റ്റും കാര്യങ്ങളെല്ലാം. ദൂരെ നിന്ന് വരുന്നവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇന്ന് വന്നിട്ട് നാളെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഇവിടെ വന്നിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാം. ബിക്കോസ് ഇവിടെ റൂംസ് എല്ലാം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കാണാനായിട്ടും. പിന്നെ ഒരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഇതിനുള്ളിൽ നമുക്ക് കയറണമെങ്കിൽ പുറത്തവർക്കൊരു ഷോൾ ഇട്ടേക്കും. നമ്മൾ ആ ഷോൾ എടുത്ത് നമ്മൾ തലയിൽ കൂടെ ഇട്ടിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട്. ദെൻ ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാൻ അടുത്ത് പാർക്കുണ്ട്, അതേപോലെ ക്യാമൽ റൈഡ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വഴിയെ കാണാം. ഇതാ ഇതിൻ്റെ മണ്ടലാണ് കയറാൻ പോകുന്നത്.
കേറിയിട്ടുണ്ടോ? ഞാൻ കേറിയിട്ടില്ല. ബാ ആണോ? നോക്കാം. അവിടെ അടച്ചേക്കുവാണ്. കേറാം നമുക്ക്. ഓക്കെ. എടി നീ അവിടെ ഇല്ലേ? അമ്മ ദേവാൻഷി ഒരു റൗണ്ട് ഞാൻ റൗണ്ട് പോയിട്ട് വരാം ഇവരോടെ. അയ്യോ ഇരിക്കുന്നില്ല. കണ്ടോ? നിനക്കല്ലായിരുന്നോ പേടി ഫുള്ള്? വേണ്ട വേണ്ട. വരുന്ന അമ്മ അങ്ങോട്ട്. ഫ്രണ്ടാണോ? ആ പോവാം പോവാം. What's your name? Shanvi. Girl. ये भैया है. Oh, okay. मम्मी सामने ही रहते हैं. आमने सामने. मम्मी ये भोग बोली भैया को. क्या? भोग बोली. വീഴല്ല. പതിയെ വരാവും. ഓ ലൈറ്റ് സാറ്റ് കളിക്കാൻ കൊള്ളാം ഇവിടെ അല്ലേ? വീഴല്ലേ? ആമി പോയി.
ഡുഗുവിൻ്റെ അച്ഛനും അമ്മയും വന്നു. ഡുഗുവിൻ്റെയും ദേവുണ്ട്. വെയിറ്റില്ല लाइव ही नहीं दिखाई सारा मिक्सर ഇത് ഒത്തിരി ശരി then ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ടൗണിലോട്ട് വന്നു. കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. 2 ദിവസമോടെ കഴിഞ്ഞ് ഞാൻ നേരെ നാട്ടിലോട്ട് പോരുകയാണ്. അപ്പം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് നേരെ പോരാമെന്ന് വെച്ചു. ദെൻ സ്വീറ്റ്സ് എല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. നാൻ, ദാൽ കറി, ഫ്രഞ്ച് ഫ്രൈസ്, ദെൻ സൂപ്പ്, ഇത് ഇത്രയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നോൺ വെജ് ഒക്കെ നമുക്ക് അവിടെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലോട്ട് പോരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.